ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 98765 ഇൻറ്റു 4321 ഇതെങ്ങനെ ചെയ്യാമെന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കറക്റ്റ് ആൻസറോട് കണ്ടുപിടിക്കുക, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതായത് ഒരു നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ച് അത് പ്ലേസ് ചെയ്ത് തുടങ്ങണമെന്നും, അതായത് സ്റ്റാർട്ടിംഗ് റോഡ്, ആ നമ്പറിൻ്റെ സ്റ്റാർട്ടിംഗ് റോഡ് ഏതാണെന്നും, അതുപോലെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സമയത്ത് ആൻസർ സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ, അതായത് 1 ഡിജിറ്റ് ആണെങ്കിൽ 2 ഡിജിറ്റിലേക്ക് മാറ്റി 0 ചേർത്ത് എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ നോക്കാം. 9 ഉണ്ട്. 9 എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ 9ന് റൈറ്റ് സൈഡിലെ ഓരോ നമ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 9 ഇൻറ്റു 4 ഫസ്റ്റ് ചെയ്യണം, അതേപോലെ 9 ഇൻറ്റു 3 ചെയ്യണം, 9 ഇൻറ്റു 2 ചെയ്യണം, 9 ഇൻറ്റു 1. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റായ 8ന് എന്ത് ചെയ്യണം, ഇതിൽ ഓരോ റൈറ്റ് സൈഡിലെ ഓരോ നമ്പറായിട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 8ന് 4 കൊണ്ട്, 8ന് 3നെ കൊണ്ട് 8 ഇൻറ്റു 2 ചെയ്യണം, 8 ഇൻറ്റു 1 ചെയ്യണം. അതേപോലെ പിന്നെ 7 ഇൻറ്റു 4 ചെയ്യും, 7 ഇൻറ്റു 3 7 ഇൻറ്റു 2 7 ഇൻറ്റു 1, പിന്നെ 6 ഇൻറ്റു 4, അങ്ങനെ നമ്മൾ ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ആദ്യം 9 ചെയ്യുന്ന സമയത്ത് 9 ഏത് റോഡിൽ പ്ലേസ് ചെയ്യണം എന്ന് നമുക്കറിയണം. സ്റ്റാർട്ടിംഗ് റോഡ് കണ്ടുപിടിക്കണം. അതിനായി നമ്മൾ ഏതാണോ ഡിജിറ്റ് ചെയ്യുന്നത് ആ ഡിജിറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം 9 ചെയ്യുന്ന സമയത്ത് 9 ഇൻറ്റു ഫസ്റ്റ് 4 ചെയ്യണം, പിന്നെ 9 ഇൻറ്റു 3 9 ഇൻറ്റു 2 9 ഇൻറ്റു 1. അപ്പം 9 ഇൻറ്റു 4 ചെയ്യുന്ന സമയത്ത് 9ൻ്റെ സ്റ്റാർട്ടിംഗ് റോഡ് കണ്ടുപിടിക്കണം. സ്റ്റാർട്ടിംഗ് റോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ആ നമ്പറും അതിന് തൊട്ട് റൈറ്റ് സൈഡിൽ എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. അപ്പം 9ൻ്റെ സ്റ്റാർട്ടിംഗ് റോഡ് കണ്ടുപിടിക്കാൻ 9, അതായത് ഇത് 1 2 3 4 5, അതായത് ഇവിടെ 5th പൊസിഷനിലാണ് 9 നിൽക്കുന്നത്. അപ്പം 5 ഡിജിറ്റ് ജസ്റ്റ് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. 9ൻ്റെ കേസിൽ ഇത് 5th റോഡിലായതുകൊണ്ട് 5 ഡിജിറ്റ് നിന്നും. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ടോട്ടലി 4 ഡിജിറ്റ് ആണ് ഉള്ളത്, അതായത് 1 2 3 4. അപ്പോൾ 4 എന്ത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 9ൻ്റെ പൊസിഷൻ ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 5th പൊസിഷനാണ്. ഇവിടെ ടോട്ടൽ റൈറ്റ് സൈഡ് 4 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 5 + 4 9, 9th പൊസിഷനിലായിരിക്കണം നമ്മൾ ടൂളിൽ 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ടൂളിലേക്ക് വരുന്ന സമയത്ത് ടൂൾ നോക്കാം. ടൂൾ നമ്മളെ കയ്യിലുള്ള ടൂളിൻ്റെ മിഡിൽ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 8 റോഡ് മാത്രമേ, അതായത് നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന സമയത്ത് 8 റോഡാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ റൈറ്റ് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് 4th ഡോട്ട് കാണാം അല്ലേ, 4 3 നമ്മൾ 3rd, അതായത് മിഡിൽ ഡോട്ടിന് നമ്മൾ 1 പ്ലേസ് വെച്ച് തുടങ്ങുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, 4th വരുന്ന ഈ ഡോട്ടിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ 1 ആയി സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 ഇവിടെ നിന്നായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണോ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, 9th പൊസിഷൻ കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യണം, 9 ഇൻറ്റു 4 ചെയ്യണം. 9 ഇൻറ്റു 4 എന്ന് പറയുന്നത് നമുക്കറിയാം 9 4 36 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 3 6 36 പ്ലേസ് ചെയ്ത് എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അവിടെ നമ്മൾ കൈവക്കുക. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് എൻഡ് ചെയ്തത് അവിടെ നിന്നായിരിക്കും നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, പ്ലേസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ 9 ഇൻറ്റു 4 ചെയ്തു, ആൻഡ് 9 ഇൻറ്റു 3 ചെയ്യണം. 9 ഇൻറ്റു 3 എന്ന് നമുക്കറിയാം 27. അപ്പോൾ ഇവിടെ 2, ഇവിടെ 7. നെക്സ്റ്റ് ഇവിടെ കൈവക്കാം. 9 ഇൻറ്റു 2 ചെയ്യണം, 18. അപ്പോൾ 18 എന്ന് പറയുമ്പോൾ 1 8. എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് കൈവക്കുക. 9 ഇൻറ്റു 1 ആണ് ചെയ്യുന്നത്. 9 ഇൻറ്റു 1 9 ആണ്. 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ഡിജിറ്റ് ആണ്, അതിനെ മാറ്റി 0 9. അപ്പോൾ ഇവിടെ നമ്മൾ 0യും ഇവിടെ ആയിരിക്കണം നമ്മൾ 9 പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 9ൻ്റെ ഓരോന്നും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 9 ഇൻറ്റു 4 ചെയ്തു, 9 ഇൻറ്റു 3 ചെയ്തു, 9 ഇൻറ്റു 2 ചെയ്തു, 9 ഇൻറ്റു 1. അപ്പോൾ 9ൻ്റെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് 9 എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രോസ് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 8 ആണ്. 8നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇനി 8 ഇൻറ്റു 4 ചെയ്യണം, 8 ഇൻറ്റു 3 ചെയ്യണം, 8 ഇൻറ്റു 2 ചെയ്യണം, 8 ഇൻറ്റു 1 ചെയ്യണം.
അപ്പോൾ 8ന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. 8ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനായി ഇവിടെ 4 ഡിസ്റ്റൻസ് എന്നുണ്ടാവും. അപ്പോൾ 4 ആവും വായിക്കേണ്ട ആവശ്യമില്ല. 8ന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം. 8ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഓക്കെ 8 അതിനുശേഷം റൈറ്റ് സൈഡിൽ എത്ര ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യാം. 1 2 3 4 അതായത് 4th പൊസിഷനിലാണ് ഇവിടെ 8 നിൽക്കുന്നത്. അതുകൊണ്ട് 4 ഡിസ്റ്റൻസ് ജസ്റ്റ് മാർക്ക് ചെയ്യുക. 4 + 4 8 ആണ്. അതായത് 8th റോഡിൽ നിന്നായിരിക്കണം നമ്മൾ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ 8 × 4 ചെയ്യണം, 8 × 3 ചെയ്യണം, 8 × 2 ചെയ്യണം, 8 × 1 ചെയ്യണം. ഓക്കെ, അപ്പോൾ 8 × 4 അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ വൺസ് പ്ലേസ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് ഈ റോഡ് ആയതുകൊണ്ട് ഇവിടുന്ന് 8 പൊസിഷൻ എവിടെ വരുന്നത് നമുക്കറിയാം. ഇവിടുന്നാണ് 9 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും 8. ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 ഇവിടുന്നായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്ത് തുടങ്ങുന്നത്. അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് കൈവെക്കുക എന്ന് നോക്കുക. 8 × 4 32 ആണ്. 32 എന്ന് ഇവിടെ നമുക്ക് 3 വേണം, ഇവിടെ 2 പ്ലേസ് ചെയ്യണം. നമുക്ക് 3 ഇവിടെ ഡയറക്റ്റ് പ്ലേസ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 10 ലെസ് 7 ഇവിടെ 3 കൊടുത്തു. ഇനി 2 ഇവിടെ ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് 2 ചെയ്യാൻ പറ്റില്ല. അപ്പം ആഡ് 10 ലെസ് 8. ഇനി 8 × 3 ചെയ്യണം. 8 × 3 24 ആണ്. അപ്പോൾ 2 ഇവിടെ പ്ലേസ് ചെയ്തു. ഇനി 4 ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് 10 ലെസ് 6 24 ചെയ്തു. 8 × 3 ചെയ്തു. 8 × 2 16 ആണ്. അപ്പോൾ ഇവിടെ 1 ഇവിടെ 6 ചെയ്യാൻ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആഡ് 10 ലെസ് 4 16 ചെയ്തു. ഇനി 8 × 1 8 ആണ്. 8 ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല, 0 8 ആക്കി മാറ്റണം. സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ 0 8. ഓക്കെ, അപ്പോൾ നമ്മൾ 8ൻ്റെത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. 8ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് 7 ആണ്. അപ്പോൾ 7 എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി 7 നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 7 × 4 73 72 71 ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം. ഓക്കെ, ഇനി 7ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ 7ഉം റൈറ്റ് സൈഡിൽ എത്ര ഡിസ്റ്റൻസ് കൗണ്ട് ചെയ്യാം. 1 2 3 ഇനി ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം അറിയാം. മനസ്സിലാകാത്ത ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. അപ്പം 3 + 4 എത്രയായിരിക്കും, 7. അപ്പോൾ 7th പൊസിഷനിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പോൾ 7th പ്ലേസ് കണ്ടുപിടിക്കുക. 1 2 3 4 5 6 7 നിങ്ങളിങ്ങനെ ചെയ്ത് കണ്ട് ഏകദേശം ഒന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് തന്നെ പോവാം. കാരണം നമ്മൾ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് റോഡുകൾ ചില സമയം മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 7 × 4 28 ആണ്. നമുക്കിവിടെ 2 വേണം. 2 ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് 5 ലെസ് 3. ഇനി 8 ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആഡ് 10 ലെസ് 2 28 നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7 × 3 21 ആണ്. 2 ഇവിടെ ചെയ്യാനുണ്ട്. 21 എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് കൈവെക്കുക. ഇനി 7 × 2 14 ഇവിടെ 1 ഇവിടെ 4 പ്ലേസ് ചെയ്യണം. ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് 10 ലെസ് 6. ഇനി 7 × 1 7 ആണ്. നമുക്ക് ചില ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ്, ഡയറക്റ്റ് ഇവിടെ 7 ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. 0 7 ആണ്. സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ ഡബിൾ അതായത് 2 ഡിജിറ്റിലേക്ക് മാറ്റണം. 0 7. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോയപ്പോൾ 7ൻ്റെ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ 7 ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യാം. നമുക്ക് വേണ്ടത് 6 ആണ്. 6നെ സെലക്ട് ചെയ്യാം. 6ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 6 2 ആയിരിക്കും വരിക. കാരണം 1 2 2 ഡിജിറ്റ് + 4 6 ആണ്. 6th റോഡിൽ നിന്നായിരിക്കണം ആൻസർ പ്ലേസ് ചെയ്യുന്നത്. അതായത് 1 2 3 4 5 6 ഇതാണ് 6th പൊസിഷൻ. അപ്പോൾ 6 × 4 24. അപ്പോൾ ഇവിടെ നമുക്ക് 2 വേണം. 2 ഡയറക്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ആഡ് 5 ലെസ് 3 4 ഡയറക്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആഡ് 10 ലെസ് 6 24 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 6 × 3 18 1 8 ഇവിടെ വേണം. ഡയറക്റ്റ് ചെയ്യാനില്ല. ആഡ് 10 ലെസ് 2 18 എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് കൈവെക്കുക. ഇനി 6 × 12 ആണ്. 1 2 12 പ്ലേസ് ചെയ്തു. ഇനി 6 × 1 0 6 0 ഇവിടെ മാർക്ക് ചെയ്യണം. 6 അപ്പോൾ നമ്മൾ 6നെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തതിന് ക്രോസ് ചെയ്യാം. ജസ്റ്റ് ഇനി 5ൻ്റെ പൊസിഷൻ നമുക്ക് ഓൾറെഡി അറിയാം 1 ആയിരിക്കും.
അതായത് ഇവിടെ 1 ആണുള്ളത്, റൈറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ 1 + 4 5th പൊസിഷൻ എന്നായിരിക്കണം 5നെ പ്ലേസ് ചെയ്ത് തുടങ്ങേണ്ടത്. 5നെ സെലക്ട് ചെയ്യുക. ഇനി 5 × 4, 5 × 3, 5 × 2, 5 × 1 ചെയ്യണം. 5 × 4 20. അപ്പോൾ 5th പൊസിഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. 1 2 3 4 5 ഇവിടെ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5 × 4 20 ആണ്. 20 എന്ന് പറയുമ്പോൾ ഇവിടെ 2 കിട്ടാൻ ആഡ് 5 ലെസ് 3 20 0 മാർക്ക് ചെയ്തെന്ന് സങ്കല്പിക്കാം. ഇനി 5 × 3 15. 15 എന്ന് പറയുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 5 മാർക്ക് ചെയ്യണം. ഡയറക്റ്റ് 5 മാർക്ക് ചെയ്യാനില്ല. അപ്പോൾ ആഡ് 10 ലെസ് 5. ഇനി 10 എന്ന് പറയുമ്പോൾ ഇവിടെ 1 10 ആഡ് 5 ലെസ് 4 0. 10ന്റെ 0 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി 5 × 1 5 ആണ്. നമുക്കറിയാം 5 എന്ന് പറയുമ്പോൾ 0 5 ഇവിടെ 0യും ഇവിടെ 5. നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. വേണമെങ്കിൽ ജസ്റ്റ് ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ കിട്ടിയ ആൻസർ എന്തായിരിക്കും? 4 2 6 7 6 3 5 6 5. 4 × beats 2 6 7 6 3 5 6 5. Okay, thank you.